2026 ആര് വരും? UDF വരുമോ, LDF വരുമോ, BJP വരുമോ, BJP എത്ര വോട്ട് പിടിക്കും, ത്രികോണ മത്സരം നടക്കുമോ? അങ്ങനെ ത്രികോണ മത്സരം നടക്കുമെങ്കിൽ ആരായിരിക്കും അതിനകത്ത് വോട്ട് പിടിക്കുക? ഇങ്ങനെ ഒരു അനാലിസിസ് പാർട്ടിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് വൈകാരികമായിട്ട് പലരും പറയാം ഇപ്പോൾ LDF തോറ്റു, UDF വരും, BJP മുന്നോട്ട് എന്നൊക്കെ പറയാം. പക്ഷേ വൈകാരികതയ്ക്ക് എല്ലാം മാറ്റിവെച്ച്, വികാരങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരു വിചാരത്തിലേക്ക് വരുമ്പോൾ, നമുക്കൊരു അനാലിസിസിലേക്ക് പോകുമ്പോൾ വിഴിഞ്ഞത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, വാർഡ് 62 സംഭവിച്ചിരിക്കുന്ന വോട്ടിൻ്റെ കമ്പാരിസൺ ഒന്ന് മനസ്സിലാക്കുന്നത് എന്തായിരിക്കും? 2020-ലും 2026-ലും ഇപ്പോൾ സ്പെഷ്യലായിട്ട് നടന്ന പോളിലും ഇത് നമ്മൾ ഈ പറയുന്നത്, ഈ ഡേറ്റ എന്ന് പറയുന്നത് നമ്മളാരും കയ്യിൽ നിന്നിട്ട ഡേറ്റയല്ല, ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന ഡേറ്റയാണ്. 2020-ൽ 1542 വോട്ടാണ് LDF പിടിച്ചത്. അതേസമയം അത് 2026 ആകുമ്പോൾ LDFിൻ്റെ വോട്ട് 2819 വോട്ടാവും. അതായത് 1542-ൽ നിന്ന് 2819 മാറും. UDF ആകട്ടെ 1324-ൽ നിന്ന് 2902 മാറും. ഒരുപാട് വോട്ട് കൂടുകയും ചെയ്തു, അതിലേക്ക് മാറും. BJP ആകട്ടെ 316-ൽ നിന്ന് 2437 വോട്ടിലേക്ക് പോയത്. അപ്പോൾ യഥാർത്ഥത്തിൽ 2020-ൽ അവിടെ ജയിച്ചത് LDF ആണ്, 218 വോട്ടിന് ജയിച്ചു. UDF ആണ് സെക്കൻഡ് സ്ഥാനത്ത് വന്നത്, 83 വോട്ടിന് ഇപ്രാവശ്യം UDF ആണ് ജയിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു അനാലിസിസ് കൂടി നടത്തിയാൽ പോയാൽ 2018, അതായത് LDFിൻ്റെ വോട്ട് വർധനയും UDFിൻ്റെ വോട്ട് വർധനയും നോക്കിയാൽ LDFിന് 1542 വോട്ടിൽ നിന്ന് 2819 വോട്ടിലേക്ക് പോയപ്പോൾ അവർ 1277 വോട്ടാണ് കൂടുതൽ പിടിച്ചത്. UDF 1324-ൽ നിന്ന് 2902 പോയപ്പോൾ 1578 വോട്ടാണ് കൂടുതൽ പിടിച്ചത്. അതേസമയം നോക്കൂ, 316-ൽ നിന്ന് 2437, എത്ര ഇരട്ടി! 316-ൻ്റെ 5 ഇരട്ടി, 6, 7, 21, 8 ഇരട്ടി വോട്ട്, 8 ഇരട്ടി വോട്ട് BJP അവിടെ നേടിയിട്ടുണ്ട്. വലിയ ഷിഫ്റ്റാണ് അവിടെ BJPക്ക് ഉണ്ടായിട്ടുള്ളത്. 2020-ൽ LDF 218 വോട്ടിനും 26-ൽ UDF 83 വോട്ടിന് ജയിക്കുമ്പോൾ വളരെ വലിയ ഷിഫ്റ്റാണ്. യഥാർത്ഥത്തിൽ വേണമെങ്കിൽ LDFും UDFുമായിട്ടുള്ള അല്ലെ BJPയുമായിട്ടുള്ള വ്യത്യാസം 2992-ഉം 2437, 400 വോട്ടുകളുടെ വ്യത്യാസത്തിൽ കഴിഞ്ഞ പ്രാവശ്യം LDF പിടിച്ച സ്ഥലത്താണ് BJP ഇങ്ങനെ ഇടിച്ച് കയറിയിരിക്കുന്നത്. അപ്പോൾ അമിത്ഷാ വന്നപ്പോൾ പൊങ്ങിയില്ല എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് പൊക്കാൻ പറ്റി. ഒരു 83, ഒരു 500 വോട്ടും കൂടെ പൊക്കാൻ പറ്റിയെങ്കിൽ, എന്ന് പറഞ്ഞാൽ 250 പേരെ കൂടി പൊക്കാൻ പറ്റിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വിഴിഞ്ഞം മറിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യം, കോർപ്പറേഷൻ്റെ ഭരണകക്ഷി മേയറിൻ്റെ ഭരണകക്ഷിയിലേക്ക് ഒരു സീറ്റ് കൊടുക്കാൻ വിഴിഞ്ഞംകാർ തയ്യാറായില്ല. കുറേ കൂടി പൊളിറ്റിക്കലായിട്ടും ജാതിപരമായിട്ടുള്ള മതപരമായിട്ടുള്ള കൺസോൾട്ടേഷനിലേക്ക് തീർച്ചയായിട്ടും പോയി. പൊളിറ്റിക്കലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം LDF ജയിച്ച ഒരു സ്ഥലത്താണ്, 218 വോട്ട് ജയിച്ച സ്ഥലത്താണ് UDF ഇപ്പോൾ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ LDFിൻ്റെ വോട്ടിനെ മറിച്ചിട്ടാണ് UDFിന് വോട്ട് കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല 2819 എന്നുള്ളതിന് 2902 മാറ്റിയിട്ടുണ്ട് UDFുകാർ. അപ്പോൾ വലിയ രീതിയിലാണ് അവർ മാറിയത്. അപ്പോൾ അത്രയും മാറ്റിമറിക്കാൻ, LDFിൻ്റെ അത്രയും വോട്ടുകളെ മാറ്റിമറിക്കാൻ കഴിഞ്ഞു. ഇനി BJP അവിടെ 2437 വോട്ട്, അതിൽ 316 കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ആ 316 കുറച്ചാൽ ബാക്കിയുള്ള 2100 സംതിങ് വരുന്ന 2100 ചില്ലറയും വരുന്ന വോട്ട്, അതായത് 37-ന് 16 പോയാൽ എത്ര വരും? 37-ഉം 17, 20, 19, അതായത് 119 വോട്ട്, അതായത് 120 വോട്ട്, 2120 വോട്ട് BJP ഇപ്രാവശ്യം അവിടെ മറിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ശക്തമായ മുന്നേറ്റമാണ് BJP കാഴ്ചവെച്ചിരിക്കുന്നത്. ഇത് കാണിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിലും ഇതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകും. ശക്തമായ ത്രികോണ മത്സരമായിരിക്കും തിരുവനന്തപുരത്ത് ഇപ്രാവശ്യം ഉണ്ടാകുക എന്നാണ് വിഴിഞ്ഞത്തിൻ്റെ കണക്കുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മൾ വൈകാരികമായി കാര്യങ്ങളെ പറയരുത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, കണക്കുകൾ നമ്മളോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. 2020-ലെ ഇലക്ഷനും 2026-ലെ ഇലക്ഷനും നോക്കുമ്പോൾ LDF UDF പാറ്റേൺ മാറി. വളരെ ശക്തമായ രീതിയിൽ BJP അത് നെഗ്ലിജിബിൾ ആയിരുന്നെങ്കിൽ വെറും 316 വോട്ട് മാത്രമാണ് നേരത്തെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന. നല്ലൊരു സ്വതന്ത്രനാണെങ്കിൽ 1500 വോട്ട് കിട്ടുമല്ലോ, അത്ര വോട്ടിലേക്ക് മാത്രം നിന്ന BJP 2000 സംതിങ്ങിലേക്ക് മാറി.
2437 മാറി എന്ന് പറഞ്ഞാൽ അതിഭയാനകമായ വളർച്ചയാണ്, അതിഭീമമായ വളർച്ചയാണ് വിഴിഞ്ഞത്ത് BJP ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ വേറൊരു സൂചന, അത് ക്രിസ്ത്യാനികളുടെ ഒരു പ്രദേശമാണ്, മത്സ്യത്തൊഴിലാളികളുടെ പ്രദേശമാണ്. അപ്പോൾ BJP വളരുകയാണോ തളരുകയാണോ? ഇതാണ് പുതിയ കേരളത്തിൻ്റെ രാഷ്ട്രീയം. അതുകൊണ്ട് BJPക്ക് സമാധാനിക്കാം. BJPയുടെ ആളുകൾക്ക് വളരെ കൃത്യമായി ഈ കണക്കുകൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, നമുക്കറിയില്ല ഇതെന്നൊക്കെ ബോധ്യപ്പെടില്ല എന്നുള്ളതിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്, പക്ഷേ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ BJPക്ക് അഭിമാനിക്കാം. അവരുടെ പ്രവർത്തനങ്ങൾ, അവർ കുറേ കൂടി ചിട്ടയായ അവിടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ 100-250 വോട്ട് മറിക്കാനൊന്നും ഒരു പ്രയാസം വരത്തില്ലായിരുന്നു. ആ വോട്ട് മറിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്കവിടെ ജയിക്കാമായിരുന്നു. എന്തായാലും LDF 2819 വോട്ട് പിടിച്ചു. 2437 വോട്ടാണ് BJP പിടിച്ചിരിക്കുന്നത്. ജയിച്ച UDF ആകട്ടെ 2902 വോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം, ഇത് വേറെ ഒരു കാര്യം കൂടെ ഉള്ളത്, കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനം കൂടിയത് കൊണ്ടാണോ, വോട്ടർമാരുടെ എണ്ണവും കൂടി വോട്ടിംഗ് ശതമാനവും കൂടി, രണ്ടും കൂടി. അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 1542 എന്നുള്ളത് ഇപ്പോൾ 2900 വളരെയധികം കൂടിയല്ലോ. അതുപോലെ 1324 എന്നുള്ളത് 2819 316 എന്നുള്ളത് 2437 വലിയ വർധനമാണ് ഉണ്ടായത്. അപ്പോൾ ആ വർധനവുണ്ടായത് ആളുകൾ കൂടുതൽ വോട്ട് ചെയ്തു. അതും ഒരു വലിയ രാഷ്ട്രീയ സൂചനയാണ്. പക്ഷേ കേരളം ഇപ്പോൾ UDF മോഡിലാണ് ചിന്തിക്കുന്നത്. അതിൻ്റെ അനുരണനങ്ങളാണ് വിഴിഞ്ഞത്തുമുണ്ടായത്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് അതിശക്തമായ ത്രികോണ മത്സരം നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നേരത്തെ പോലെ LDF UDF സമരമല്ല, അവരുടെ മത്സരമല്ല വരാൻ കിടക്കുന്നത്. വരാനിരിക്കുന്നത് LDF UDF BJP തന്നെയാണ്. ആ ശക്തമായ മത്സരത്തിൽ BJP കൂടുതൽ വോട്ട് പിടിക്കുകയും UDF കൂടുതൽ സീറ്റ് പിടിക്കുകയും ചെയ്യുന്നതാണ് കേരളത്തിൽ കണ്ടുവരുന്നത്.